ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ഗ്രാൻഡ് ഐട്ടൺ എവിടെയെന്ന്. വിറ്റോന്ന് വരെ ചോദിച്ചു. വിറ്റിട്ടില്ല, വണ്ടി കയ്യിലുണ്ട്. പിന്നെ എടുത്ത് പുറത്ത് പോകാനായിട്ട് സമയം കുറവ്, കാരണം ഒരു വണ്ടിയല്ലേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് വലുതായിട്ട് എടുക്കലില്ല. ഇപ്പോഴും പിന്നെ ഇന്ന് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഈ വണ്ടിയുടെ ഒരു POV ഡ്രൈവും നമുക്കൊന്ന് തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ഒരു കറക്കം കറങ്ങുന്നതായിട്ടൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. ഒരു ഈവനിങ് വീഡിയോ ആണ്. അപ്ലോഡ് വരുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞാണ് ഇത് അപ്ലോഡ് വരുന്നത്. നമുക്കിതിൻ്റെ ഈവനിങ് വ്യൂ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ റോഡ് മുഴുവനും പണി നടക്കുന്നതുകൊണ്ട് ഷോർട്ട് റൂട്ടുകളേ ഉള്ളൂ. മെയിൻ ബൈപ്പാസിലോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല, എല്ലാം ബ്ലോക്കാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. വരാനും പോകാനുമാണ് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട്. കാര്യം റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്തേക്കുക, റോഡ് പണി നടക്കുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആക്കി കൊണ്ടുപോകാം. നമ്മുടെ ഈ വണ്ടി 3 സിലിണ്ടറാണ് എഞ്ചിൻ വരുന്നത്. 3 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണിത്. 5 സ്പീഡ് ഗിയർ ബോക്സും. ഇപ്പോൾ വണ്ടികളുടെ എല്ലാം വില ഓൾറെഡി ഇന്നത്തെ ഡേറ്റിന് കുറഞ്ഞിട്ടുണ്ട്. കാര്യം GSTയുടെ ലെവി ഓൾറെഡി ഇപ്പോൾ റെഡ്യൂസായി. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ നല്ല റേറ്റ് കുറച്ച് കിട്ടും. നല്ല റേറ്റ് കുറഞ്ഞു ഇപ്പോഴത്തന്നെ. കമ്പനിയെല്ലാം ഓൾറെഡി ഷോറൂമെല്ലാം ബുക്കിംഗ് എല്ലാം ഒരു 10-20 ദിവസം മുമ്പ് കഴിഞ്ഞ്, ഷോറൂമെല്ലാം ഒരു 10-20 ദിവസം മുമ്പേ തന്നെ ഇപ്പം റേറ്റ് കുറച്ചാണ് ബുക്കിംഗ് എടുത്തു തുടങ്ങിയത്. ടോട്ടൽ എമൗണ്ടിൽ ഇപ്പം നല്ല റേറ്റ് കുറഞ്ഞു വണ്ടികളിലെല്ലാം. പിന്നെ ഇപ്പം കുറച്ചും കൂടെ വണ്ടികളിൽ ഡിമാൻഡ് കൂടും. പുതിയ വണ്ടികൾ കുറച്ചും കൂടെ നിരത്തിൽ ഇറങ്ങി തുടങ്ങും.
എൻ്റെ കയ്യിൽ 1-2 പേര് ഫൂട്ടിൻ്റെ ഇത് വീഡിയോ കിട്ടുമെന്ന് ചോദിച്ചു. ഫൂട്ടിൻ്റെ അതിൻ്റെ ആംഗിളിന് ക്യാമറ ഇനി സെറ്റ് ചെയ്യണം, എന്നിട്ട് ഞാൻ ഫൂട്ട് വീഡിയോ ഇട്ടുതരാം. കാരണം മാനുവൽ ഗിയർ ബോക്സ് ആയതുകൊണ്ട് ഒത്തിരി പേർക്ക് മാനുവൽ ഗിയർ ബോക്സ് ഓടിക്കാൻ ഇച്ചിരി ടഫായിരിക്കും. കാര്യം ലെഫ്റ്റ് ഹാൻഡ് ഗിയറിലും റൈറ്റ് ഹാൻഡ് സ്റ്റിയറിങ്ങിലും ലെഫ്റ്റ് ലെഗ് ക്ലച്ചിലും റൈറ്റ് ലെഗ് ബ്രേക്കും ആക്സിലറേറ്ററും. അപ്പം ഈ പറഞ്ഞ കണക്ക് നമ്മുടെ അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഫുള്ളായിട്ട് ഒരേ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കണ്ണ് ഈ പറഞ്ഞ കണക്ക് വിഷ്വൽ റിയർ വ്യൂ സൈഡ് വ്യൂ മിററിലോട്ടും, മൈൻഡ് ഫുള്ള് റോഡിലോട്ടും, മനസ്സും റോഡിലോട്ട്. അങ്ങനെ അതുകൊണ്ട് മാനുവൽ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് നല്ല കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം ഫുള്ളി. പിന്നെ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഈ വണ്ടി നമ്മളെപ്പോഴും ഓടിച്ച് ശീലമായതുകൊണ്ട് ബ്രെയിൻ ഇങ്ങനെ സ്വമേധയാ വർക്കാവും. പിന്നെ ഫിംഗേഴ്സ് എല്ലാം ബ്രൈറ്റ്, ഡിമ്മ്, വൈപ്പർ, ഇങ്ങനെ കാർ ഓടിക്കുമ്പോൾ എല്ലാം പ്രവർത്തിക്കും. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണെങ്കിൽ പിന്നെ ലെഫ്റ്റ് ലെഗ് പ്രവർത്തനമില്ല, ഡെഡ് പെഡലിൽ മാറ്റി വയ്ക്കാം. എനിക്ക് കൂടുതലിഷ്ടം മാനുവൽ വണ്ടി ഓടിക്കാനാണ്. അതാകുമ്പോൾ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഗിയർ മാറാനും എടുക്കാനും പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ എന്താ പറയുക, അലേർട്ടായിരിക്കും. നമ്മുടെ ചാനലിൽ ഇപ്പം അത്യാവശ്യം എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നെന്നാണ് എൻ്റെ വിചാരം. അപ്പം അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അപ്ഡേറ്റോ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻസിൽ അറിയിക്കുക. അപ്പോഴും ഞാൻ അതിനനുസരിച്ച് മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയ ചാനലാണ്. ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം വണ്ടി എടുത്ത് ഒന്ന് റോഡിലോട്ട് പോയപ്പോൾ ഒരാൾ ഒരു സിഗ്നൽ കട്ട് ചെയ്ത് വന്നിട്ട് വണ്ടിയിലോട്ട് വന്ന് ഇടിച്ചായിരുന്നു. ഇതല്ല, വേറൊരു വണ്ടിയായിരുന്നു. ഞാനായിരുന്നു ഡ്രൈവർ. എൻ്റെ സൈഡ് ഒരു മിസ്റ്റേക്കും പറയാനില്ല, പക്ഷേ വാഹനം എൻ്റെ അല്ലായിരുന്നു, വാഹനം വേറൊരാളുടെ ആയിരുന്നു. ഞാനായിരുന്നു ഡ്രൈവറിൽ. എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയൊരു സംഭവമാണത്. അതിൻ്റെ വിഷ്വൽ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്, ഫുൾ ക്ലാരിറ്റിയിൽ വിഷ്വലുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ യൂട്യൂബിൽ അത് അപ്ലോഡ് ആക്കിയില്ല. കാരണം എനിക്കെന്തോ എൻ്റെ മനസ്സത് അനുവദിച്ചില്ല. ഇടണ്ടേ കാര്യം പുള്ളിയുടെ ഫാമിലി കാണുമോ എങ്ങനെയാണ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാസ്ക് ചെയ്തിട്ട് ആ വീഡിയോ ഇടും. കാര്യം എന്നാൽ മാത്രമേ കുറച്ചും കൂടെ ആൾക്കാർ റോഡിൽ, അതും ബൈപ്പാസിലാണ്, പ്യുവർ എന്തോ പറയുക, ഒരു തുള്ളി ശ്രദ്ധയില്ലാതെ വാഹനം ഓടിച്ച് ഇടിച്ച് മറിഞ്ഞ് വീണു പുള്ളി. ഒരു ശ്രദ്ധയില്ലാതെ എങ്ങോട്ടോ നോക്കി വന്നങ്ങ് ഇടിച്ചു. ബൈപ്പാസാണ്. അപ്പോൾ ക്യാമറ ഉള്ളതുകൊണ്ടാണ് എനിക്കത് ഫുൾ എന്നെ സേവ് ചെയ്തത്. ഇല്ലെങ്കിൽ സേവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈനും ട്രാക്കും റൂട്ടും എല്ലാം ക്ലിയറാണ്, അതിൽ ഞാൻ സേഫാണ്. പക്ഷേ വാഹനം എൻ്റെ അല്ല, വേറൊരാളുടെയാണ്. അപ്പം എനിക്ക് പുള്ളിയുടെ അടുത്ത് പറയാനായാലും ആ ഒരു വീഡിയോ ഉള്ളതുകൊണ്ടാണ് എനിക്കൊന്നും പറയാൻ പറ്റിയത്. കാരണം ഇല്ലെങ്കിൽ വണ്ടി തട്ടി എന്ന് പറയുമ്പോൾ ഞാൻ സ്പീഡിൽ ഓടിച്ചു, ഇല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നൊരു ധാരണ വരുമല്ലോ, സ്വാഭാവികം. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്. കാര്യം
എൻ്റെ വണ്ടിയിലോട്ട് വന്ന് ഒരു ഇടിച്ചങ്ങ് വീണു പുള്ളി. അപ്പോൾ ഈ ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റി, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, മിണ്ടാതെ നിൽക്കുമായിരുന്നു. പുള്ളി വന്നു, ഇടിച്ചു, വീണു. ഞാനതിൽ ഒരു തെറ്റുകാരനുമല്ല. കാരണം ഞാൻ വണ്ടി ആ ടൈമിന് ഈ പറഞ്ഞ കണക്ക് ഡ്രൈവിംഗ് എന്ന് പറയാനായിട്ട് എടുത്തതേ ഉള്ളൂ. എടുക്കുമ്പോഴത്തേക്കാണ് പുള്ളി ഒന്നും ഇടിച്ച്. കാരണം പുള്ളി ഓവർ സ്പീഡിൽ അശ്രദ്ധയായിട്ട്, അത് നമ്മൾ ക്യാമറയിൽ കാണാം, പുള്ളി റോഡിലോട്ടേ അല്ല നോക്കുന്നത്. പുള്ളി വേറെ എവിടെയും നോക്കിയിട്ട് ഇങ്ങ് പാഞ്ഞിങ്ങ് വന്ന് തട്ടിയങ്ങ് താഴെ വേണം. പക്ഷെ വണ്ടി എൻ്റെതല്ലാതായിപ്പോയി, വണ്ടി വേറൊരാളുടെ ആയിരുന്നു. അപ്പം എനിക്ക് പുള്ളിയുടെ അടുത്ത് പിന്നെ വീഡിയോ കാണിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്തല്ല തെറ്റുന്നു. പക്ഷേ എന്നാൽ പോലും ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ പോകുന്ന വാഹനത്ത് ഞാൻ ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ ആ വണ്ടി പുള്ളിയുടെ ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഗ്ലാസ് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് പുള്ളി സമാധാനം പറയേണ്ടി വരും. കാരണം ആ ഡ്രൈവറിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ വണ്ടി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ തിരിച്ച് അതേണ കൊണ്ടിടേണ്ടത്. ആ കാര്യത്തിൽ എനിക്ക് അതിലൊരു വിഷമം പറ്റിപ്പോയി. അതിലെനിക്ക് വലിയ മനസ്സിനും വലിയ വിഷമമായി. കാരണം നമ്മൾ ഇത്രയും ശ്രദ്ധിച്ച്, എൻ്റെ ഓരോ വീഡിയോ എടുത്ത് നോക്കിയാലും കാണാം, ഞാൻ ഓരോ തവണയും ഡ്രൈവിംഗ് സ്റ്റാൻഡേർഡ് പറഞ്ഞു തന്ന് ഓടിക്കും. ഇൻഡിക്കേറ്റർ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെയാണ് ബൈപ്പാസിൽ വണ്ടി ഓടിക്കേണ്ട കാര്യം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫുൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമുക്ക് ഒരിക്കലും കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ഒരിക്കലും കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം റോഡും അങ്ങനെ ഡിഫറെൻ്റ് ആണ്, ലൈൻ സിസ്റ്റം ഒന്നും കറക്റ്റല്ല. പിന്നെ എതിരെ വരുന്ന വാഹനം. പക്ഷേ ഈ എതിരെ വരുന്ന വാഹനമാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരും ഈ പറഞ്ഞ കണക്ക് ഒരു ബോധമില്ലാത്ത രീതിയിലാണ് വരുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വരുന്നത് ഏറ്റുവാങ്ങി ആരോടാണെന്ന് വെച്ചാൽ സമാധാനം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. നമ്മുടെ സ്വന്തം വാഹനമാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഓൺ വെഹിക്കിളാണ്, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. നമ്മൾ മാത്രം നോക്കിയാൽ മതി. തെറ്റാണെങ്കിലും ഇപ്പം നമ്മളെ ഫോൾട്ട് വന്നാണ് തട്ടിയെങ്കിലും എതിരെ വന്ന ഫോൾട്ടാണെങ്കിലും നമുക്കറിയാം എന്തുകൊണ്ടാണ് വന്നത്. ഞാൻ ഓവർ സ്പീഡ് ആയതുകൊണ്ടാണോ വന്നത്, അതോ എനിക്കത് വരാനിരുന്ന വിധിയാണെന്നോ എനിക്ക് സമാധാനപ്പെടാൻ പറ്റും. മറ്റത് അങ്ങനെയല്ല. നമ്മളത് പലരിലും സമാധാനം പറയേണ്ടി വരും, അവർ വേറെ പലരിലും സമാധാനം പറയേണ്ടി വരും. അതൊക്കെ മനസ്സിന് വലിയ വിഷമം ഉണ്ടാക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വരാനിരുന്നു, വന്നു. നമുക്കതിലൊന്നും പറ്റിയില്ല. എൻ്റെ വണ്ടിക്ക് ചെറിയൊരു കേടുപാട് പറ്റിയെന്നല്ലാതെ നമുക്ക് എനിക്കോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വേറൊന്നും പറ്റില്ല. പക്ഷേ വണ്ടിയിൽ വന്ന് തട്ടിയ ആളിന് നല്ല പരിക്കുണ്ട്, പുള്ളിക്ക് ഇച്ചിരി സീനാണ്. പക്ഷേ നമുക്കതിലൊന്നും ചെയ്യാനില്ല, പുള്ളിയായിട്ട് വരുത്തി വെച്ചതാണ്. പുള്ളി ശ്രദ്ധയില്ലാതെ ഹൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര ഈ ഒരു ഇവിടം തൊട്ട് അവിടം വരെ എത്ര സ്പീഡിൽ ഓടിക്കാൻ പറ്റുമോ അത്രയും സ്പീഡിൽ ഓടിച്ച് വന്നങ്ങ് ഇടിച്ച് വീണു. അതിൽ നമുക്ക് ആർക്കും, പുള്ളി വരുത്തി വെച്ചൊരു മിസ്റ്റേക്കാണ്. അതിൽ നമുക്കിപ്പോൾ ഒന്നും പറയാനില്ല. പുള്ളിക്ക് എത്രയും വേഗം അതൊന്ന് ശരിയായി കിട്ടട്ടെ എന്നേ എനിക്ക് പറയാൻ പറ്റുമോ. ഈ വണ്ടിയുടെ അവിടെ അല്ല, വണ്ടിയുടെ ആളിൻ്റെ കയ്യിൽ. കാരണം പിന്നെ ആ വണ്ടി ആ പുള്ളിയുടെ അല്ല, ആ ബൈക്ക് ആണ് എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചത്. ആ ബൈക്ക് ഇടിച്ച വണ്ടി ആ ഓടിച്ച ഓണറിൻ്റെ അല്ല ആ വണ്ടി. ബൈക്ക് പുള്ളിയുടെ ഏതോ ഫ്രണ്ടിൻ്റെ എങ്ങാണ്ടാണ്. അത് അങ്ങനെയായി. അപ്പോൾ ആരുടെയെങ്കിലും വാഹനം മേടിച്ച് ഓടിക്കുമ്പം ശ്രദ്ധിക്കുക. കാരണം ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാനായിട്ട് പ്രാർത്ഥിച്ചാണ് എടുക്കുന്നത്. എന്നാൽ പോലും കാരണം ഡെയിലി നമ്മൾ റോഡിലാണ്, ദിവസവും റോഡിലാണ് ഓടിക്കുന്ന വാഹനം. നമ്മൾ വണ്ടി പറഞ്ഞ കണക്ക് ആഴ്ചയിലല്ല, ഡെയിലി എങ്ങനെ പോയാലും ഒരു 250-300 കിലോമീറ്റർ ഡെയിലി നമ്മൾ ഡ്രൈവാണ്. അപ്പം എല്ലാം ഈ പറഞ്ഞ കണക്ക് നമ്മൾ ദൈവത്തിനോട് സ്തുതിച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ വരാനുള്ളത് വരും, അതിലിപ്പോൾ ആരെയും ഒന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ നിന്ന് വരാനുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് വരും, വേറൊരാളിൽ നിന്ന് എനിക്ക് വരാനുള്ളത് അങ്ങനെ വരും. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നടക്കും. നമുക്ക് അതിലൊന്നും പറയാനില്ല. പിന്നെ പ്രാർത്ഥിക്കുക, ഒന്നും വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വണ്ടി എടുക്കുക. അത് തന്നെയാണ് സത്യം. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഇപ്പോഴായിരിക്കത്തില്ല. ഞാൻ കുറച്ച് കഴിയട്ടെ, ഞാൻ ആലോചിച്ചിട്ട് കാര്യം. എനിക്ക് ഇടണോ ഇടണ്ടേ എന്നിങ്ങനെ രണ്ട് മനസ്സായിട്ട് നിൽക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഡ്രൈവിംഗ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.